നമസ്കാരം, ഞാൻ അലക്സ്. ഞാനിവിടെ പുല്ലാട് കോഴഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. ഏപ്രിൽ 1 ഞാൻ എൻ്റെ പാരൻസും കോവിഡ് പോസിറ്റീവായി. അപ്പം ഞങ്ങൾ ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് ഞങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കാനായിട്ട് പോയി. എനിക്ക് കിട്ടിയ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മെഡിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞ ആളുടെ നമ്പറാണ് എനിക്ക് തന്നത് നമ്മുടെ ഇലക്ഷൻകാർ. അവർ എനിക്ക് തന്നേക്കുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത്, ഞാൻ സ്വമേധയായി പോയി PPE കിറ്റ് മേടിച്ചിട്ട് വേണം എൻ്റെ വോട്ട് രേഖപ്പെടുത്താൻ, അല്ലെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഞാനിപ്പം സാറേ, ഞാൻ ഇപ്പം വോട്ട് ചെയ്യാനായിട്ട് വന്നേക്കുന്നേ. നമ്മൾ പോസിറ്റീവ് ആയതാണോ? അതെ, ഞാന് എന്റെ ഫാദർ, എന്റെ മദർ. നമ്മള് എവിടെ പോയി? ഏത് വാർഡാ? April 1. ഇത് 34. അല്ല, ഏത് വാർഡിൽ? 7. 7ാം വാർഡിൽ. പേരൊന്ന് പറയാമോ? നിസിൻ അലക്സ് മാത്യു, വത്സമ്മ മാത്യു, MC മാത്യു. നിസൺ അലക്സ് മാത്യു, വത്സമ്മ മാത്യു, MC മാത്യു. പോസിറ്റീവ്. അതെ. അപ്പൊ നിങ്ങൾ 3 പേരും PPE കിറ്റ് വാങ്ങിക്കണം. PPE കിറ്റ് ഇട്ടോണ്ട് വോട്ട് ചെയ്യാൻ പറ്റും. എവിടെ ഇനി PPE കിറ്റ് കിട്ടും? കിറ്റ് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. മെഡിക്കൽ സ്റ്റോറിലോ? അപ്പൊ ഇനി ഞങ്ങൾ പോസിറ്റീവ് ആയവര് തന്നെ കയറി മേടിക്കണോ? അതെ, നമ്മൾ തന്നെ വാങ്ങിക്കണം. അത് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ കിറ്റ് വാങ്ങിച്ചു വേണം വോട്ട് ചെയ്യാൻ. വോട്ട് ചെയ്യണേൽ കിറ്റ് ഇടണം. അതാണ് സർക്കാരിന്റെ നിർദ്ദേശങ്ങളാണ്. വോട്ട് ഇടാൻ കിറ്റ് ധരിച്ചുകൊണ്ട് നമ്മൾ തന്നെ സ്വയം കിറ്റ് വാങ്ങിച്ച് ധരിച്ചിട്ട് വോട്ട് ചെയ്യുക. അല്ല, പക്ഷെ ഇത് പത്രത്തിൽ ഒന്നും നമ്മൾ കണ്ടില്ലായിരുന്നല്ലോ. അല്ല, ഇത് നമുക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അങ്ങനെയാണ്. വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ കിറ്റ് ഇട്ടുകൊണ്ട് വേണം വോട്ട് ചെയ്യാൻ. ഇപ്പൊ സമയമുണ്ടല്ലോ, നിങ്ങളെ പുല്ലാട്ടൊന്ന് വാങ്ങിച്ചാൽ മതി. കിറ്റ് ഇട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്താൽ മതി. 7 മണി വരെ വോട്ട് ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ ശരി. കേട്ടല്ലോ, ഇതാണ് എനിക്ക് കിട്ടിയ റെസ്പോൺസ്. വോട്ട് ചെയ്യാനായിട്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് അവകാശം.